2007, 9, 8, 9 കാലഘട്ടത്തിൽ നമ്മുടെ ഈ അതായത് ഫേസ്ബുക്കിൽ വരുന്നതിൻ്റെ ഒരു ഫോറം കേരളം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അത് കുറേ സിനിമ ആസ്പിറൻസിൻ്റെ ആയിരുന്നു. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ താല്പര്യമുള്ളവർ, പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ. അപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഹൈദരാബാദിലുള്ള എൻ്റെ ഒരു മലയാളി ഫ്രണ്ട് എനിക്കത് അയച്ചു തന്നതാണ്. ഭയങ്കര രസമായിരുന്നു. ആദ്യം ഫീൽ ചെയ്തു, പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അത് സൈജു ഗ്രൂപ്പ് വേഴ്സസ് അരുൺ വേഴ്സസ് മണിക്കുട്ടൻ വേഴ്സസ് വിനു മോഹൻ വേഴ്സസ് അങ്ങനെ കുറെ ഞങ്ങൾ ഹീറോ ആയിട്ട് വന്ന ആൾക്കാർ, നിശാന്ത് സാഗർ, അതായിരുന്നു അതിൻ്റെ ആ ത്രെഡ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് ആദ്യം സുപ്രീം സ്റ്റാർ എന്നായിരുന്നു എൻ്റെ പേര്. കളിയാക്കലാണ്, സർക്കാസം. അതിനുശേഷം അപ്പൊ അതിനകത്ത് SFA കണ്ടു, സൈജു ഫാൻസ് അസോസിയേഷൻ. അപ്പൊ അതിന്റെ SFAയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പെൻ നെയിമാണ്. ടിപ്പർ വാസു, ഓക്കെ, പിന്നെ അജിയേട്ടൻ, ശിവേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പെൻ നെയിംസ് ആണ്. ഇവരുടെ ഒറിജിനൽ പേരൊന്നും നമുക്കറിയില്ല. പിന്നെ ഇവരൊക്കെ പരിചയപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഏതൊരു പടം റിലീസായി. അപ്പൊ അതിനുശേഷം അവര് വേറൊരു പട്ടം എനിക്ക് തന്നു. ഇന്ന് തൊട്ട് സുപ്രീം സ്റ്റാർ വേറെ ഏതൊരു നടന് കൊടുത്തിട്ട് നവരസ നായകൻ. എല്ലാ രസവും ഒരേ സമയത്ത് മുഖത്ത് പ്രകടിപ്പിക്കുന്നു. അത് വേണ്ട ഒരു രസമായിരിക്കും, പക്ഷെ നവരസം ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ നവരസ നായകൻ എന്നുള്ള പേര് കിട്ടി. പിന്നെ സൈജു സാർ എന്നുള്ള പേര് കിട്ടി. ഫേസ്ബുക്കിൽ സിനിമ പാരഡൈസ് ക്ലബിലാണ് സാർ എന്നുള്ള വിളി. നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അങ്ങനെ ഒരു പേര് തന്നത്. പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ച് പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രാരാബ്ദം, സാധാരണക്കാരനായിട്ട് ഞാൻ ഇപ്പോഴാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ എൻ്റെ കഥാപാത്രങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ EMI സ്റ്റാർ, ഇപ്പൊ കുറെ പേരുണ്ട്. ഇത് EMI സ്റ്റാർ, കടം സ്റ്റാർ, കടക്കണി സ്റ്റാർ, ലോൺ സ്റ്റാർ, പ്രാരാബ്ദം സ്റ്റാർ. അങ്ങനെ അത് വെച്ച് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേരുകളും എനിക്കുണ്ട്. ഈ പടത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഈ പടം കഴിയുമ്പോഴത്തേക്കിനെ പെട്ടെന്ന് പേര് മാറില്ല. ഇനി കുറച്ച് കോടീശ്വരനൊക്കെ ആയിട്ട് ഒരു 3-4 പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം കോടീശ്വരൻ സ്റ്റാറിനൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. അല്ല, ഈ സുപ്രീം സ്റ്റാറിന് വിളി തുടങ്ങിയില്ലായിരുന്നു. അപ്പൊ അത് സർക്കാസമാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കൊന്നും ഫീൽ ചെയ്തായിരുന്നു. അന്ന് എൻ്റെ പ്രായം കുറച്ച് പറഞ്ഞ പോലെ 27-28 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം പെട്ടെന്ന് അത് കണ്ടപ്പോഴേ അതിന്റെ സുഹൃത്തിനൊക്കെ ലിങ്ക് അയച്ചു തന്നത് പെട്ടെന്ന് എല്ലാവരും കൂടെ എന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ്, നമ്മൾ ഹീറോ ആയിട്ട് വന്ന സക്സസ്ഫുൾ ആകാത്ത കുറെ പേരെ വെച്ച് ഇങ്ങനെ വെറുതെ കളയാക്കില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത് യൂസ് ടു ആയി. അപ്പൊ ഇത് ഭയങ്കര രസമായി. പിന്നെ അന്ന് എല്ലാ ദിവസവും രാവിലെ എണീറ്റാല് അന്ന് മൊബൈലിൽ ആക്സസ് ഇല്ല, ഈ ഇതൊന്നും ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ലാപ്ടോപ്പിൽ GPRS കണക്ട് ചെയ്തിട്ട് ഏറ്റവും ആദ്യം ഗൂഗിൾ ചെയ്യുന്നത് ഈ ഫോറം കേരളത്തിന്റെ ആ പേജാണ്. അപ്പോൾ ഒരു 2-3 പേജ് വീണ്ടും എന്താണ് രാത്രിയൊക്കെയായിട്ട് ആൾക്കാർ കമന്റ്സ് ഇട്ട് കാണും. അതൊക്കെ വായിക്കാൻ ഭയങ്കര രസമായിരുന്നു. അതങ്ങനെ അങ്ങനെ അങ്ങനെ പിന്നെ നമ്മള് when we are working in the media, so criticism will be there. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നില്ല നമ്മൾ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ക്രിറ്റിസിസം അവരെന്തിനാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുക. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം നവരസ നായകൻ എന്നുള്ള എനിക്ക് അവര് ഒരു പട്ടം തന്നത് സർക്കാസമാണ്. അപ്പൊ അതിനകത്ത് കറക്റ്റായിട്ട് അതിന് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പട്ടം കൊടുത്തതെന്ന്. അതായത് ഒരു വികാരം കാണിക്കേണ്ട സമയത്ത് 9 വികാരങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഒരു രസം കാണിക്കുന്ന സ്ഥലത്ത് 9 രസങ്ങൾ കാണിച്ചു എക്സ്ട്രാ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതാണ്, പക്ഷെ അത് ഓഡിയൻസ് നല്ലതല്ല. അതാണ് പ്രശ്നം.